നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ചില ആയത്തുകളുടെ അവസാന ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കല്ലാ സൗഫ തഅലമൂൻ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. എല്ലാ ആയത്തുകളെയും നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്, നിർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വഖഫ് ചെയ്തിരിക്കുന്നത് സുക്കൂനിലാണ്. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, മുസ്ഹഫ് എടുത്ത് നോക്കണേ. സൂറത്തുൽ ഫാത്തിഹ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഒരിടത്തും നമുക്ക് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ കാണാൻ സാധിക്കുന്നില്ല. ആദ്യത്തേതില് ഫത്ഹയുണ്ട്, രണ്ടാമത്തെ ആളിലും ഫത്ഹയുണ്ട്, മൂന്നാമത്തെ ആളില് കസ്റയുണ്ട്. ഇനി ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നസ്തഈനു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ അവസാനത്തെ അക്ഷരത്തിന് ദമ്മയാണ് ഉള്ളത്. പക്ഷെ അവിടെ നമ്മൾ നിർത്തിയത് എങ്ങനെയാ? സുക്കൂൻ കൊടുത്തുകൊണ്ടാണ് നിർത്തിയത്. ഇനി നോക്കിയാട്ടെ, ഈ പറഞ്ഞ എല്ലായിടങ്ങളിലും കോമൺ ആയിട്ടൊരു സംഗതിയുണ്ട്. ഈ അവസാനത്തെ അക്ഷരത്തിന് തൊട്ടു മുന്നേ ആര് വന്നിട്ടുണ്ട്? ഒരു മദ്ദക്ഷരം വന്നിട്ടുണ്ട്. ഇവിടെ യാ ഉണ്ട്, ഇവിടെ വാവുണ്ട്, ഇവിടെ അലിഫുണ്ട്. ഈ മൂന്നാളുകളാണല്ലോ മദ്ദക്ഷരങ്ങള്. അപ്പോ മദ്ദക്ഷരങ്ങൾക്ക് ശേഷം സുക്കൂൻ താൽക്കാലികമായിട്ട് വരിക. അതായത് ഒരായത്തിനെ അവസാനിപ്പിക്കാൻ വഖഫ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്താക്കാണ്? ഒരു സുക്കൂനിനെ പുറത്തു നിന്ന് എടുത്തിട്ട് അവിടെ തൽക്കാലത്തേക്കൊന്ന് കൊടുക്കുന്നതാണ്. അതാണ് മദ്ദുൽ ആരിദ്. ആരിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികം എന്നാണ് അർത്ഥം. ഇവിടെ ഒന്നും സുക്കൂനില്ല. നമ്മൾ എന്താക്കാണ്? ആയത്തിനെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തൽക്കാലത്തേക്കൊരു സുക്കൂന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ആയത്ത് നമ്മൾ ചേർത്ത് വായിക്കുകയാണ് എങ്കിലോ അവിടെ നമുക്ക് എന്ത് സാധിക്കുകയില്ല? സുക്കൂൻ കൊടുത്തുകൊണ്ട് വായിക്കാൻ കഴിയുകയില്ല. ഈ ഹർക്കത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വായിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. സാധാരണ ദൈർഘ്യം കൊടുത്തുകൊണ്ട് നൂൻ ഫത്ഹ ചെയ്തുകൊണ്ട് നമ്മൾ എന്താക്കണം? വായിക്കണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസ്. ഇതിനാണ് മദ്ദുൽ ആരിദ് എന്ന് പറയുന്നത്.